സ്നേഹസലാപം ചാരിറ്റബിൾ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവും സാമൂഹ്യ സേവന രംഗത്തെ സാന്നിധ്യവുമായിരുന്ന അനീസിന്റെ ആകസ്മികമായ നിര്യാണത്തിൽ സ്നേഹസലാപം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനുശോചന യോഗം നടത്തി. ഒട്ടേറെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ചിരുന്ന അനീസിന്റെ വിടവാങ്ങൽ ഒരു പ്രദേശത്തെയാകെ കണ്ണീരിലാഴ്ത്തി. ദുഃഖകരമായ സങ്കടകരമായ ഒരു ദിനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. ഇന്നലെ മഗ്‌രിബിന് ശേഷം അനീസിന്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കോളുകൾ ചെയ്യുമ്പോൾ ഓരോ അരമണിക്കൂറുകളിലും ബന്ധപ്പെട്ട അവസരത്തിൽ സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു സൂചനയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അസറിന്റെ ശേഷം അനീസിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വേണ്ടുന്ന ചികിത്സകൾക്ക് തയ്യാറെടുപ്പുകൾ നൽകി അവരൊക്കെ തിരിച്ചു വടകരയിൽ എത്തിയപ്പോൾ മെഡിക്കൽ ടീം അവരെ തിരിച്ചു വിളിക്കുകയും അനീസിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് ഒരു 6:30, 7 മണി സമയത്ത് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ തിരിച്ച് കോഴിക്കോട്ടേക്ക് നിന്ന് പോവുകയാണ് ചെയ്തത്. ചെയർമാൻ റഫീഖ് കളത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവീനർ MC അബ്ദുൽ ഖലാഖ് സ്വാഗതവും അഡ്മിൻ CH റാസിഖ് നന്ദിയും പറഞ്ഞു. ഫൗണ്ടർ അബു അൽമാസ്, നാസർ മൈലാഞ്ചി, അനീസ് കൊച്ചിപ്പള്ളി, ജമാൽ സിറ്റി, മുനീർ അബ്ദുള്ള എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. ഷബീർ അഹമ്മദ്, ആഷിഖ് KM, ഫൈറൂസ്, അഷ്റഫ് KV, സഫീൽ KV, ആഷിഖ് C, ഫാസിൽ M, കാസിം കാട്ടൂർ, ഷഫീഖ് പള്ളിയത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു.